Good morning. Welcome to our online class. അപ്പോൾ നമ്മളിവിടെ എടുത്തുകൊണ്ടിരുന്നത് കോംപ്ലക്സ് നമ്പേഴ്സ് ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന ചാപ്റ്ററാണ് അല്ലേ. then അതിൽ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞു, കോൺജുഗേറ്റ് എന്താ, ഇൻവേഴ്സ് എന്താ, മോഡുലസ് എന്താണെന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ നമ്മൾ പുതുതായിട്ടൊന്ന് പഠിക്കാൻ പോകുന്നതാണ്, അടുത്ത ടോപ്പിക്കാണ് അർഗൻറ്റ് പ്ലെയിൻ ആൻഡ് പോളാർ റെപ്രസെൻറ്റേഷൻ. എന്താണ് ഒരു അർഗൻറ്റ് പ്ലെയിൻ? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഒരു ചാപ്റ്ററിൽ നിന്നും ഷുവറായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ടോപ്പിക്കും കൂടിയാണിത്, പോളാർ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പം എന്താണ് നോക്കൂ, എന്താ ഒരു ദ പ്ലെയിൻ ഹാവിങ് എ കോംപ്ലക്സ് നമ്പർ, ദ പ്ലെയിൻ having a complex number assigned to each of its point is called the complex plane or the argand plane. എന്താണ് അർഗൻറ്റ് പ്ലെയിൻ എന്ന് പറയുന്നത്? ദ പ്ലെയിൻ ഹാവിങ് എ കോംപ്ലക്സ് നമ്പർ അസൈൻ ടു ഈച്ച് ഓഫ് ദ പോയിന്റ്സ്, ഈച്ച് ഓഫ് ഇറ്റ്സ് പോയിന്റ്സ്. അതായത് ഒരു പ്ലെയിനിൽ കോംപ്ലക്സ് നമ്പർ അസൈൻ ചെയ്തിട്ടുണ്ടോ അതിനെയാണ് എന്ത് പേര് പറയുന്നത്? കോംപ്ലക്സ് അഥവാ അർഗൻറ്റ് പ്ലെയിൻ ഓർ കോംപ്ലക്സ് പ്ലെയിൻ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ഒരു ആക്സിസ് ആണ്, ഇവിടെ നോക്കൂ, ഇവിടെ ഒരു ആക്സിസ് ആണ്, ഇവിടെ ഒരു പോയിന്റ് പി ഓഫ് എക്സ് വൈ അല്ലേ. ഇതൊരു കോംപ്ലക്സ് നമ്പർ അസൈൻ ചെയ്തിട്ടുള്ള ഒരു പോയിന്റ് ആണ്. കോംപ്ലക്സ് നമ്പർ ഏതാ? z ഈക്വൽ ടു a പ്ലസ് ഐ ബി. അപ്പോൾ ഇവിടുന്ന് 0 മുതൽ ഇതുവരെയുള്ള ഈ ഒരു ലെങ്ത് ആണ് മോഡ് ഓഫ് z. മോഡ് ഓഫ് z എന്താ? റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഇവിടെ എക്സ് വൈ ആയതുകൊണ്ട് ഇവിടെ എന്ത് വരുന്നുണ്ട്? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. സിമ്പിളായിട്ട് ഒരു കോംപ്ലക്സ് നമ്പർ അസൈൻ ചെയ്തൊരു പോയിന്റ് ഉള്ള കോംപ്ലക്സ് നമ്പർ അസൈൻ ചെയ്ത ഒരു പോയിന്റ് ഉള്ള പ്ലെയിനിനെയാണ് കോംപ്ലക്സ് പ്ലെയിൻ എന്ന് പറയുന്നത്. അതിൽ നോക്കൂ പറയുന്നത് ദ എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസ് ഇൻ ദ അർഗൻറ്റ് പ്ലെയിൻ ആർ കോൾഡ്. ഇതിൽ എക്സ് ആക്സിസിനെ ഇപ്പോൾ നമുക്ക് ഇവിടെ കൊടുക്കുന്നത് z ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ, എക്സ് പ്ലസ് ഐ വൈ. ഇവിടെ കണ്ടോ പി ഓഫ് എക്സ് വൈ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ റിയൽ പാർട്ട്, ഇതാണ് ഇതിൻ്റെ ഇമാജിനറി പാർട്ട്, റിയലും ഇമാജിനറിയും. റെഡി? അപ്പോൾ ദ എക്സ് ആൻഡ് വൈ ആക്സിസ് ഈസ് കോൾഡ് ഇൻ അർഗൻറ്റ് പ്ലെയിൻ ആർ കോൾഡ് റെസ്പെക്റ്റീവ്ലി ദ റിയൽ ആക്സിസ് ആൻഡ് ദ ഇമാജിനറി ആക്സിസ്. അതിനെ എക്സ് ആക്സിസിനെ റിയൽ ആക്സിസ് എന്നും റിയൽ പാർട്ട് എന്നും വൈ ആക്സിസിനെ എന്ത് പറയുന്നുണ്ട്? ഇമാജിനറി ആക്സിസ് എന്നും പറയുന്നു. എക്സ് ആക്സിസ് ആണ് ഇതിൻ്റെ റിയൽ ആക്സിസ്, ദെൻ വൈ ആക്സിസ് ആണ് അതിൻ്റെ ഇമാജിനറി ആക്സിസ്. ദ പോയിന്റ് ഓൺ ദ എക്സ് ആക്സിസ് കറസ്പോണ്ട്സ് ടു ദ കോംപ്ലക്സ് നമ്പർ ഓഫ് ദ ഫോം എ പ്ലസ് 0 ഐ ആൻഡ് ദ പോയിന്റ്സ് ഓൺ, അതായത് എക്സ് ആക്സിസിനെ കറസ്പോണ്ട് ചെയ്യുന്ന പോയിന്റിനെ എ പ്ലസ് 0 ഐ എന്ന് പറയുന്നു. എ പ്ലസ് 0 ഐ ഇത് എക്സ് ആക്സിസ്. ദെൻ വൈ ആക്സിസിന് കറസ്പോണ്ട് ചെയ്യുന്ന എന്താ പറയുക? 0 പ്ലസ് ബി ഐ, 0 പ്ലസ് ബി ഐ വൈ ആക്സിസിനെ. ആൻഡ് ദ വൈ ആക്സിസ് കറസ്പോണ്ട് ദ കോംപ്ലക്സ് നമ്പർ ഓഫ് ദ ഫോം 0 പ്ലസ് ബി ഐ. റെഡി ആണല്ലോ? ദ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ കോംപ്ലക്സ് നമ്പർ z ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ ആൻഡ് ഇറ്റ്സ് കോൺജുഗേറ്റ്. എക്സ് പ്ലസ് ഐ വൈയുടെ കോൺജുഗേറ്റ് എന്താ വരിക? എക്സ് മൈനസ് ഐ വൈ. ദ അർഗൻറ്റ് പ്ലെയിൻ ആർ റെസ്പെക്റ്റീവ്ലി ദ പോയിന്റ്സ് പി ഓഫ് എക്സ് വൈ ആൻഡ് ക്യൂ ഓഫ് എക്സ് മൈനസ് വൈ. അതായത് പിയിൽ എക്സ് വൈയും ക്യൂവിൽ എന്താ വരുന്നത്? എക്സ് മൈനസ് വൈയും കൂടിയാണ്. ഓക്കെ. ദ ജോമെട്രിക്കലി ദ പോയിന്റ്സ് എക്സ് വൈ ഇസ് ദ മിറർ ഇമേജ് ഓഫ് ദ പോയിന്റ് എക്സ്. എക്സ് മൈനസ് വൈയുടെ മിറർ ഇമേജ് ആണ്. ഇവിടെ നോക്കൂ, എക്സ് വൈയുടെ മിറർ ഇമേജ് ആണ് എക്സ് മൈനസ് വൈ. മിറർ ഇമേജ് x minus y is the mirror image of xy on the real axis. അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഒരു കോംപ്ലക്സ് നമ്പർ അസൈൻ ചെയ്തിട്ടുള്ള ഒരു പോയിന്റ് ഉള്ള പ്ലെയിനിനെയാണ് കോംപ്ലക്സ് പ്ലെയിൻ ഓർ അർഗൻറ്റ് പ്ലെയിൻ എന്ന് പറയുന്നത്. അതിൽ എക്സ് ആക്സിസിനെ റിയൽ ആക്സിസ് എന്നും വൈ ആക്സിസിനെ ഇമാജിനറി ആക്സിസ് എന്നും പറയുന്നു. അതിൽ എക്സ് ആക്സിസിലെ പോയിന്റ് ആവുന്നത് എ പ്ലസ് 0 ഐ ആണ്, വൈ ആക്സിസിലെ പോയിന്റ് ആവുന്നത് 0 പ്ലസ് ബി ഐ എന്നതാണ്. ഓക്കെ. ഇനി നമുക്കതിനെ പോളാർ റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം. എങ്ങനെയാ ഒരു പോയിന്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത് നോക്കാം. The polar form of the complex number equal to
പോളാർ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി ഇൻറ്റു ആർ ഇൻറ്റു കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ. P equal to the polar form of the complex number P equal to R into cos theta plus I sin theta. Here R cos theta is the real part or R cos theta real part and R I sin theta equal to imaginary part. Okay. It important ആണ് the polar form of the complex number P equal to R into cos theta plus I sin theta. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. R into cos theta plus I sin theta. R cos theta എന്ന് പറയുന്നതിന്റെ റിയൽ പാർട്ട് എന്ന് പറയുന്നു. ദെൻ RI sin theta എന്ന് പറയുന്ന സെക്കൻഡ് ടേമിന് ഇമാജിനറി എന്ന് പറയുന്നു. ഇവിടെ R എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ദ മോഡ് സെഡിനെ ആണ് അതിൻ്റെ R എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ ആക്സിസ് വരച്ച് വെക്കുമ്പോൾ നമ്മളിത് ഇങ്ങനെ കണ്ടില്ലേ. അപ്പോൾ ഇവിടുന്ന് മുതൽ ഇതാ ഈ പി എന്ന പോയിന്റ് ആണെങ്കിൽ ഈ ഒരു ലെങ്ത് ആണ് R എന്ന് പറയുന്നത്. R ഈക്വൽ ടു മോഡ് സെഡ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ പ്രോബ്ലംസ് ഒന്ന് നോക്കി നോക്കാം. ക്വസ്റ്റ്യൻ നോക്കുന്നത് റെപ്രസെന്റ് ദ കോംപ്ലക്സ് നമ്പർ Z. ക്വസ്റ്റ്യൻ ഏതാ? represent the complex number. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വരുന്നത് എക്സാമിന്. എല്ലാവരും നന്നായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. Z ഈക്വൽ ടു കോംപ്ലക്സ് നമ്പർ Z ഈക്വൽ ടു 1 പ്ലസ് റൂട്ട് 3i 1 പ്ലസ് റൂട്ട് 3i ഇൻ ദ പോളാർ ഫോം. കണ്ടോ? ക്വസ്റ്റ്യൻ ഇതാണ്. റെപ്രസെന്റ് ദ കോംപ്ലക്സ് നമ്പർ. തന്നിരിക്കുന്ന കോംപ്ലക്സ് നമ്പറിനെ റെപ്രസെന്റ് ചെയ്യാൻ ഏത് കോംപ്ലക്സ് നമ്പർ ആണ്? Z ഈക്വൽ ടു 1 പ്ലസ് റൂട്ട് 3i ഇൻ ദ പോളാർ ഫോമിലേക്ക് റെപ്രസെന്റ് ചെയ്യാൻ. അപ്പോൾ നന്നായിട്ട് നോക്കുക. എന്താണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമുക്ക് തന്നിരിക്കുന്ന ഗിവൺ Z എന്താന്ന് എഴുതി 1 പ്ലസ് റൂട്ട് 3i അല്ലേ. ഇനി നമുക്ക് അറിയുന്ന പോളാർ ഫോം എന്താ? പോളാർ ഫോം P ഈക്വൽ ടു R ഇൻറ്റു കോസ് തീറ്റ പ്ലസ് I സൈൻ തീറ്റ. We know the polar form P equal to R into cos theta plus I sin theta equal to R cos theta plus IR sin RI sin theta. Here R എന്താണ് തന്നിരിക്കുന്നത് നമുക്ക് നോക്കാം. അതും കൂടെ നമ്മൾ കണ്ടെത്തുന്നു. Then R equal to root of A3 അല്ലെങ്കിൽ x സ്ക്വയർ എത്രയാ? 1 സ്ക്വയർ പ്ലസ് റൂട്ട് 3ന്റെ സ്ക്വയർ. Then root 3 സ്ക്വയർ equal to root of 1 plus 3. Then root 4 equal to plus or minus 2. അപ്പം ആറിൻ്റെ വാല്യൂ നമ്മൾ അവിടെ കണ്ടെത്തി. തന്നിരിക്കുന്ന കോംപ്ലക്സ് നമ്പറിൽ നിന്നും ആറിൻ്റെ വാല്യൂ നമ്മൾ കണ്ടെത്തി 2. റെഡി ആണല്ലോ. എഗെയിൻ നമുക്ക് തന്നിരിക്കുന്ന കോംപ്ലക്സ് നമ്പറും നമ്മുടെ പോളാർ ഫോമുമായി കമ്പയർ ചെയ്യുക. കമ്പയറിങ് അല്ലെങ്കിൽ ഇക്വേറ്റിംഗ് ദ കോംപ്ലക്സ് നമ്പർ ഗിവൺ കോംപ്ലക്സ് നമ്പർ. Comparing or equating the complex number and the polar form. അപ്പോൾ തന്നിരിക്കുന്നതിലെ റിയൽ പാർട്ട് ഏതാ? 1. ഇമാജിനറി പാർട്ട് ഏതാ? റൂട്ട് 3i. ദാറ്റ് ഈസ് R cos theta is equal to R cos theta equal to 1 and RI sin theta equal to root 3i. Then iയും നമ്മൾ ക്യാൻസൽ ആയി. 2വിന് നമ്മൾ അവിടെ വാല്യൂ കൊടുക്കുന്നു. 2 cos theta substituting the value of R. 2 cos theta equal to 1 and 2 sin theta equal to root 3. That is cos theta equal to 1/2. ഈ 2 അങ്ങോട്ട് പോകുന്നു. And
സൈൻ തീറ്റ ഈക്വൽ ടു √3/2. കോസ് തീറ്റയ്ക്ക് ഏത് വാല്യൂവിലാണ് 1/2 വരുന്നത്? ദാറ്റ് ഈസ് cos π/3 ഈക്വൽ ടു 1/2 ആൻഡ് സൈൻ π/3 ഈക്വൽ ടു √3/2. കോസ് തീറ്റക്ക് 1/2 വരുന്നത് ഏത് വാല്യൂല്? നമ്മുടെ ടാബിൾ നോക്കുക. അപ്പം കോസ് π/3 ആണ് 1/2 നമുക്ക് അറിയുന്നത് അല്ലേ. അപ്പോൾ കോസ് π/3 ഈക്വൽ ടു 1/2. ദാറ്റ് ഈസ് ഇവിടെ ആംഗിൾ നമുക്ക് കിട്ടി. ഇത്രയാണ് ചെയ്യേണ്ടതുള്ളൂ. ആംഗിൾ ഏതാന്ന് കണ്ടുപിടിക്കുക, ആറിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് ദ പോളാർ ഫോം. ദാറ്റ് ഈസ് ദ പോളാർ ഫോം ഓഫ് ദ given അല്ലെങ്കിൽ of the z equal to 1 plus √3i is p equal to, ഇവിടെ വാല്യൂ കൊടുക്കാം. ആറിന്റെ വാല്യൂ എത്രയാ? 2. then cos π/3 plus i sin π/3. കണ്ടോ? കഴിഞ്ഞു. That is the polar form of the z. 1 plus √3i is. ഇവിടെ നമുക്ക് ആറിന്റെ വാല്യൂ എന്താന്ന് നമ്മൾ കൊടുത്തു, കണ്ടുവച്ച 2 എന്താന്നുള്ളത് കൊടുത്തു. then cos π/3 plus i sin π/3. ഇതാണ് നമ്മുടെ പോളാർ ഫോം. അപ്പോൾ തന്നിരിക്കുന്ന ഒരു കോംപ്ലക്സ് നമ്പറിനെ പോളാർ ഫോമിലേക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ കമ്പയറിംഗ് ദ കോംപ്ലക്സ് നമ്പർ ഗിവൺ കോംപ്ലക്സ് നമ്പർ ആൻഡ് ടു ദ പോളാർ ഫോം. പോളാർ ഫോമും കോംപ്ലക്സ് നമ്പറും തമ്മിൽ എന്ത് ചെയ്യാം? ആദ്യം കമ്പയർ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ആറിൻ്റെ വാല്യൂ എന്താണെന്നുള്ളത് കണ്ടുപിടിക്കാം. r ഈക്വൽ ടു √(x² + y²). നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. റെപ്രസെന്റ് ദ കോംപ്ലക്സ് നമ്പർ z ഈക്വൽ ടു 1 + i. 1 + i ഇൻ ദ പോളാർ ഫോം. അപ്പൊ നമുക്കറിയാം, നമുക്ക് തന്ന സെറ്റ് എന്താന്ന് എഴുതി? 1 + i അല്ലേ. നമ്മുടെ പോളാർ ഫോം p ഈക്വൽ ടു r ഇൻറ്റു കോസ് തീറ്റ പ്ലസ് i സൈൻ തീറ്റ. ഓക്കെ ആണല്ലോ. ദെൻ ഹിയർ r ഈക്വൽ ടു നമ്മൾ കണ്ടെത്തി. r എന്ന് പറഞ്ഞാൽ √(1² പ്ലസ് ഇവിടെ എത്രയാ? 1² ഈക്വൽ ടു √2. then comparing and equating, comparing the complex number given, comparing the given complex number and the polar form and to the polar form. അപ്പം എന്താ വരുന്നത്? r cos theta equal to 1 and r I sin theta equal to 1. ഇവിടെ ഐയുടെ കോഎഫിഷ്യന്റ് എന്താ വരുന്നത്? 1. അപ്പം ആറുടെ വാല്യൂ √2 cos theta equal to 1 ആൻഡ് ഇവിടെ ഐയും ഐയും നമ്മുടെ ക്യാൻസൽ ആകുന്നു. 1i. √2 sin theta equal to 1. then cos theta equal to 1/√2 and sin theta equal to 1/√2. cos theta 1/√2 and sin theta equal to 1/√2. that is cos ഏതാ വാല്യൂ വരുന്നത്? π/4 equal to 1/√2 and sin π/4 equal to 1/√2. cos π/4 equal to 1/√2 and sin π/4 equal to 1/√2. that is the polar form equal to ഫോർമുലയിൽ കൊടുത്തോളൂ √2 p equal to √2 into cos π/4 plus I sin π/4. കണ്ടോ? the polar form of the set p equal to √2 cos π/4 plus I sin π/4. അപ്പോൾ ഇതേ രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ ഇവിടെ 1 + i എന്നുള്ളതിന് പകരം z ഈക്വൽ ടു 1 - i വരാം. അപ്പോഴും ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. എങ്ങനെയായാലും ആദ്യം ആറിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക, ദെൻ കമ്പയർ ചെയ്യുക അല്ലെങ്കിൽ ഇക്വേറ്റ് ചെയ്യുക, എന്നിട്ട് അതിൽ നിന്നും ഏത് ആംഗിളിലാണ് വരുന്നത് എന്ന് നോക്കുക.
അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇതിലാണ് ഇങ്ങനത്തെ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ പോളാർ ഫോം എന്ന് ചെയ്യേണ്ടത്. ഓക്കെ, ഇത് നമുക്ക് നെക്സ്റ്റ് ചെറിയൊരു ടോപ്പിക്കും കൂടി ഉണ്ട്. നിങ്ങൾക്കെല്ലാം അറിയുന്ന ഒരു ടോപ്പിക്കാണ്, അതും കൂടെ എടുത്തിട്ട് ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. Quadratic equation. Quadratic equation of the complex number is equal to, നോക്കി നോക്കാം, ഏതൊരു ക്വസ്റ്റ്യൻ്റെ ഇപ്പോൾ വരുന്നത് ax² + bx + c, ax² + bx + c = 0 and b² - 4ac <0 ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ നമ്മൾ ഫോർമുല പഠിച്ചിട്ടുണ്ടായിരുന്നു. ഈ b² - 4ac ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ നമ്മുടെ ഫോർമുല എന്താ വരുന്നത്? ഇഫ് x = -b ± b b² - 4ac/2a. ഇതാണ് നമ്മൾ പഠിച്ചത്. ലെസ് ദാൻ 0 ആണെങ്കിൽ നമുക്ക് നോ വാല്യൂ എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ കോംപ്ലക്സ് നമ്പറിൽ ഇതാക്കുമ്പോൾ ദാറ്റ് ഈസ് x = -b ± 4ac - b² i/2a. എന്താ മാറ്റിയിരിക്കുന്നത്? b² - 4ac എന്നുള്ളത് എന്തായി മാറിയിട്ടുണ്ട്? 4ac - b² i/2a എന്നായിട്ടുണ്ട്. ഓക്കെ, ഇത്ര മാത്രമേ ഇതിൽ ചേഞ്ച് ഉള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് പഠിക്കുക. x = -b ± √4ac - b² i, റൂട്ടിന് പുറത്താണ് i ഉള്ളത്. ഓക്കെ, /2a. ഇതാണ് ഈ ഫോർമുല. അപ്പോൾ നിങ്ങൾക്ക് കഴിഞ്ഞ വർഷം അറിയുന്ന ഫോർമുലയാണ്, ജസ്റ്റ് അതിൽ ചെറിയൊരു മാറ്റം. b² - 4ac പകരം ഇവിടെ എന്താണ്? 4ac - b² i. നെഗറ്റീവ് ആകുമ്പോൾ അതിന് i ആയിട്ട് മാറ്റുന്നത്. ഓക്കെ, നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. പിന്നെ ദ പോളിനോമിയൽ ഇക്വേഷൻ ഹാസ് അറ്റ്ലീസ്റ്റ് 1 റൂട്ട്. ഏതൊരു പോളിനോമിയൽ ഇക്വേഷനും അറ്റ്ലീസ്റ്റ് 1 റൂട്ട് ഉണ്ടായിരിക്കും. അതുപോലെ എ പോളിനോമിയൽ ഇക്വേഷൻ ഓഫ് ഡിഗ്രി n ഹാസ് n റൂട്ട്. പോളിനോമിയൽ ഇക്വേഷൻ്റെ റൂട്ട്സ് എത്രയാണോ n, പോളിനോമിയൽ ഇക്വേഷൻ ഓഫ് ഡിഗ്രി n ആയിട്ടുള്ള ഒരു പോളിനോമിയൽ ഇക്വേഷന് n റൂട്ട് ഉണ്ടായിരിക്കും. ഡിഗ്രി 2 ആണെങ്കിൽ 2 റൂട്ട്സ് ഉണ്ടായിരിക്കും. 3 ആണെങ്കിൽ 3 റൂട്ട്സ് ഉണ്ടായിരിക്കും. അത് മനസ്സിലാക്കാം. ഓക്കെ, നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. x², നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ. സോൾവ് x² + 2 = 0. അപ്പോൾ നമുക്ക് ആദ്യം അല്ലേ ax² a = 1 b = 2x ഇല്ല. അപ്പോൾ b എന്താ വരുന്നത്? 0. then c = 2 ആണല്ലോ. നമുക്ക് ഫോർമുലയിൽ ആദ്യം നമുക്ക് b² - 4ac ചെയ്ത് നോക്കാം. അപ്പോൾ എന്താ വരുന്നത്? b² എന്ന് പറയുമ്പോൾ 0² - 4 × 1 × 2 = -8. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെസ് ദാൻ 0 ആണ്. ദാറ്റ് ഈസ്, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ x = -b ± 4ac - b² i/2a = -b. -b എന്ന് പറഞ്ഞാൽ എന്ത് വരുന്നുണ്ട്? 0 ± 4 × 1 × 2 -0 i/2 × 1 = -0 പോട്ടെ ±8i/2 √8i/2. ഓക്കെ ആണല്ലോ. ന് നമുക്ക് എന്തെഴുതാം? ±4 × 2 i/2 അല്ലേ? അപ്പോൾ √4ഉം ഈ 2ഉം കൂടെ ക്യാൻസലായി വരുന്നുണ്ടല്ലോ. അപ്പോൾ ±2 √2 i/2 ദാറ്റ് ഈസ് 2 ക്യാൻസലായി. ദെൻ എന്ത് വരുന്നുണ്ട്? ±√2i എന്ന് വരുന്നുണ്ട്.
കണ്ടോ, ഇതാണ് ഇതിൻ്റെ സൊല്യൂഷനായിട്ട് വരുന്നത്. ±√2i. ഇവിടെ √8 കിട്ടി. 8നെ നമുക്ക് 4×2 എഴുതാം. 4നെ നമ്മൾ 2 എന്ന് എടുക്കാം. ഓക്കെ, അപ്പോൾ 4ac - b² അതിൽ കൊടുക്കുക. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. സോൾവ് 2x² + x + 1 = 0. 2x² + x + 1 = 0. Here a = 2, b = 1, c = 1. a എന്ന് പറഞ്ഞാൽ the coefficient of x², b എന്ന് പറഞ്ഞാൽ coefficient of x, then constant term. അപ്പം that is x = -b ± 4ac - b² (2a) -b -1 ± 4 × 2 × 1 4ac - 1² (2 × 2) -1 ± 4 × 8 എത്രയാ? 8 - 1 × i/4. That is -1 ± √7i/4. ഇതിനെ ഒന്നും കൂടെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ എന്ത് വരും? -1 +√7i/4, -1 -√7i/4. ഇതാണ് ആ x² + x + 1 എന്ന ഇക്വേഷൻ്റെ സൊല്യൂഷൻസ്. അപ്പോൾ ഒന്നും ചെയ്യാനില്ല, നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതിലൊന്ന് b² - 4ac <0 ആണെങ്കിൽ അതിന് -b ±√4ac - b²i/2a എന്ന ഫോമുലേക്ക് അപ്ലൈ ചെയ്യുക. ഓക്കെ, അത്ര മാത്രമേ ചെയ്യേണ്ടുള്ളൂ. അപ്പം ഇതേ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാവരും നമ്മുടെ ഈ ഒരു കോംപ്ലക്സ് ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന നമ്മുടെ ഈ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ ടോപ്പിക്കുകളും പറഞ്ഞു കഴിഞ്ഞു. എല്ലാവരും വീഡിയോ നന്നായിട്ട് വാച്ച് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. സ്പീഡ് കൂടാൻ കാരണം നമ്മുടെ പോർഷൻസ് കുറച്ചും കൂടെ കവർ ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് വാച്ച് ചെയ്യുക, നന്നായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഇന്നെടുത്ത 2 ടോപ്പിക്കും. ഓക്കെ, ബൈ ബൈ, സീ യു.